കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ വിതരണക്കാരുമായി ഇന്ന് ചർച്ചയുണ്ട്. കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്ന നിലപാടാണ് മരുന്ന് വിതരണക്കാർ എടുത്തിരിക്കുന്നത്. മരുന്ന് ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് MK രാഘവൻ MP ഇന്ന് ഏകദിന ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്, പറയൂ വിശദാംശങ്ങൾ. SKN വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിട്ട് ഇന്ന് 8 ദിവസം പിന്നിടുകയാണ്. ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും മരുന്ന് ക്ഷാമം കൂടുതൽ രൂക്ഷമാകുന്നു. ആളുകൾ മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് ഫാർമസിയിലെ കൗണ്ടറുകളിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് തങ്ങൾക്ക് എഴുതിയിരിക്കുന്ന പല മരുന്നുകളും ഇല്ലെന്ന സത്യം അവർ തിരിച്ചറിയുന്നത്. തുടർന്ന് പുറമെ നിന്നും മരുന്ന് വാങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തി പല ചർച്ചകൾ നടന്നിരുന്നു മരുന്ന് വിതരണക്കാരുമായി. പക്ഷേ ആ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മരുന്ന് വിതരണക്കാർ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക തരാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ന് നിർണായകമായ യോഗം നടക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടുമായി യോഗം നടത്തുന്നത്. മരുന്ന് വിതരണക്കാരും ആശുപത്രി അധികൃതരും ഈ യോഗത്തിൽ പങ്കെടുക്കും. 11 മണിക്കായിരിക്കും യോഗം നടക്കാൻ പോകുന്നത്. ആ യോഗത്തിലും അവർ ഈ നിലപാട് ആവർത്തിക്കും. തങ്ങൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക എത്രയും വേഗം നൽകണമെന്ന്. അതിൽ തീരുമാനമായില്ലെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിലെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ മരുന്ന് ക്ഷാമം കൂടുതൽ സമരത്തിലേക്ക് കൂടി കടക്കുകയാണ്. രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് നിലവിലെ കോഴിക്കോട് MP കൂടിയായ MK രാഘവൻ ഏകദിന ഉപവാസം സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലായിരിക്കും ഏകദിന ഉപവാസം ആരംഭിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഈ ഉപവാസം. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് നിർണായകമായ ഒരു ദിനമാണ്. ഇന്നത്തെ ദിനത്തിൽ ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. റജീവ് VT കല്ലേരി പറയുന്നത് SKN നമ്മുടെ ചാനലിൽ 5 മില്യൺ കാണിക്കുന്ന സമയത്ത് മറ്റൊരു ചാനലിൽ 9 മില്യൺ എന്ന് കാണിക്കുന്നു. പക്ഷേ ലൈവ് വ്യൂ നമ്മളെക്കാളും എത്രയോ പിറകിലാണ് അവരെന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ 5 കൊല്ലം കൊണ്ട് 5 മില്യൺ എടുത്തു. ഈ എതിരെ നിൽക്കുന്ന ചാനൽ എത്ര വർഷം കൊണ്ടാണ് ഈ 9 മില്യൺ എത്തിയത് എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ 9 മില്യനൊക്കെ കടക്കാൻ ഈ 1 വർഷമേ എടുക്കുമെന്നാണ്. 6 കൊല്ലം തികയുമ്പോൾ നമ്മൾ മിക്കവാറും 9 മില്യണിലെത്തും. അത്ര കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ സാധാരണ കാണിച്ചു തരും. കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് വാർത്തകളൊക്കെ പ്രേക്ഷകരിൽ നമുക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കായി നോട്ടിഫിക്കേഷൻ ലഭിക്കാനും ഒക്കെ ഈ ഒരുപക്ഷെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, 24 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അവസരം ലഭിക്കും. പിന്നെ ശത്രുവിനെ കുറിച്ചൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. കാര്യം പല ആളുകളും എസ്പെഷ്യലി നമ്മളെതിരെ നിൽക്കുന്ന പല TV ചാനലുകളും ഈ 24നെ പല പൊതു ഇടങ്ങളിലും ഒറ്റപ്പെടുത്താൻ പോലും ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അവരൊക്കെ അറിയാത്തൊരു കാര്യം, ഇത്തരം പ്രതിഷേധങ്ങളും ഒറ്റപ്പെടുത്തലും ഉണ്ടാകുമ്പോൾ നമ്മുടെ വീര്യവും കരുത്തും കൂടുകയാണ്. എതിർപ്പുകളിലൂടെയാണ് നമ്മളൊക്കെ ശക്തി പ്രാപിക്കുന്നത് എന്നുള്ള സത്യം ഞാൻ ഒരിക്കലും ഒരു മോർണിംഗ് ഷോയിൽ പറഞ്ഞു. 2 ചുവട് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ 3 ചുവട് മുന്നോട്ട് ഓടിക്കയറാനുള്ള ഒരു ഗ്രാമീണൻ്റെ ത്വര എൻ്റെ ഉള്ളിൽ കത്തി നിൽക്കുന്നുണ്ട് എന്ന് ഇതിലെ ചേട്ടന്മാർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു.